സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് +1 പ്രവേശനം നൽകിയതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷകർത്താക്കളും സമരം തുടങ്ങി. ഷഹബാസ് വധക്കേസ് പ്രതികളായ 2 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് പ്രതിഷേധം. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ KSU MS പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. അന്തിയുറങ്ങും ഷഹബാസേ, അന്തിയുറങ്ങും ഷഹബാസേ, നിങ്ങൾക്കായി പൊരുതുന്നു, നിങ്ങൾക്കായി പൊരുതുന്നു, നിങ്ങൾക്കായി പൊരുതുന്നു, നിങ്ങൾക്കായി പൊരുതുന്നു. പൊന്നാമനേ ഷഹബാസേ, പൊന്നാമനേ ഷഹബാസേ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഇതിക്കായി പോരാട്ടോ, ഇതിക്കായി പോരാട്ടോ, ഇതിക്കായി പോരാട്ടോ. താക്കീതല്ലത് വെല്ലുവിളി, താക്കീതല്ലത് വെല്ലുവിളി. കണ്ടുവരൂലേ BJP സ്കൂളിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്കൂൾ മാനേജ്മെന്റും PTA ആലോചിച്ച ശേഷം നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. മാനേജ്മെന്റ് ഭാഗത്തു നിന്നും കുട്ടികളെ പുറത്താക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിൻവലിക്കുമെന്ന് രക്ഷകർത്താക്കൾ മുന്നറിയിപ്പ് നൽകി. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ വിദ്യാർത്ഥികൾക്ക് കോടതി ഇടപെടലിലൂടെയാണ് ഈ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, +1 അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ സമ്മർദ്ദ നീക്കവുമായി രക്ഷകർത്താക്കളും രംഗത്തെത്തുന്നു. സ്കൂളിന്റെ തീരുമാനം എന്താണ്? ടോം, സ്കൂൾ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. അത് മാനേജ്മെൻറ്റും ഒപ്പം അധ്യാപക രക്ഷകർത്തൃ സമിതിയും യോഗം ചേർന്ന ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ മാർക്കുള്ള കുട്ടികളാണ് അവർ. ഈ സർക്കാരിൻ്റെ ഓപ്ഷന് വേണ്ടി അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് അതുപ്രകാരം കിട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിയമാനുസൃതമാണ് അവർക്ക് അഡ്മിഷൻ നൽകിയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് തുടർ പഠനം നടത്താം എന്നും കോടതി പറയുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തികച്ചും നിയമവിധേയമായാണ് ഇവർ ഇപ്പോൾ ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. പക്ഷേ രക്ഷകർത്താക്കളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ സുഗമമായ രീതിയിൽ ആ സ്കൂളിലെ പഠനം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, കുട്ടികളെ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി ഒരു വശത്ത് രക്ഷിതാക്കൾ നിൽക്കുന്നു, മറുവശത്ത് സ്കൂളിന് മുമ്പിൽ നിരന്തരം സമരങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനവുമായി വിദ്യാർത്ഥി സംഘടനകൾ നിൽക്കുന്നു. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ധർമ്മസങ്കടത്തിലാണ് സ്കൂൾ അധികൃതർ ഉള്ളത്. അതുകൊണ്ട് ഈ PTA മാനേജ്മെൻറ്റും തമ്മിൽ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും പിന്നീട് DD അടക്കമുള്ളവരുടെ ഒരു സമ്മതത്തോടുകൂടി എന്തെങ്കിലും നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ അധികൃതർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 6 കുട്ടികളാണ് ഈ ഷഹബാസ് വധവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്നത്. അവർ ഈ ജുവനൈൽ ഹോമിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഹോമിലാണ് കിടന്നിരുന്നത്. അതിൽ 5 പേർക്കും മികച്ച മാർക്ക് A+ നേടി പരീക്ഷ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് തന്നെയാണ് അവർ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ദീർഘനാളുകൾക്ക് ശേഷം, അതായത് ഫെബ്രുവരി അവസാന വാരമായിരുന്നു, അല്ലെങ്കിൽ ഫെബ്രുവരി 28-നായിരുന്നു ഈ ഷഹബാസ് ഈ വിദ്യാർത്ഥി സംഘടനയുടെ കൊല്ലപ്പെട്ടത്. അതിനുശേഷം തുടർച്ചയായി 3-4 മാസത്തോളം ഈ കുട്ടികൾ ഈ റിമാൻഡിൽ തന്നെ കഴിയുകയായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് പോയത് തന്നെ ഈ അഡ്മിഷൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു. അന്നും വലിയ പ്രതിഷേധമായിരുന്നു ഈ ഒബ്സർവേഷൻ ഹോമിൻ്റെ പുറത്തുണ്ടാവുകയും ചെയ്തു. ഉപാധികളോടെയാണ് ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു സങ്കീർണമായ ഒരു നിയമപ്രശ്നമായി തന്നെ ഇത് മാറുന്നു. നേരത്തെ ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ സർക്കാർ അനുവദിച്ചു എന്ന് ആരോപിച്ച് ഈ ഷഹബാസിൻ്റെ കുടുംബവും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ അന്ന് രംഗത്തെത്തിയിരുന്നു. അവരെ പരീക്ഷ എഴുതാനൊക്കെ കൊണ്ടുപോയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അന്ന് പക്ഷേ ആ എതിർപ്പുകളൊക്കെ അവഗണിച്ച് കുട്ടികളെ പരീക്ഷ എഴുതിക്കുകയായിരുന്നു. കോടതി ഉത്തരവിൽ തന്നെ അക്കാര്യം പരീക്ഷ എഴുതിക്കണമെന്ന് പറഞ്ഞതിനാൽ ബാലനീതി വകുപ്പ് പ്രകാരം ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ളൊരു അർഹത ഉണ്ട്. അതുകൊണ്ട് അത് നിഷേധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതുകയും പരീക്ഷയിൽ മികച്ച മാർക്ക് നേടുകയും പിന്നീട് +1 അഡ്മിഷൻ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്കൂളിൽ ഒരു തരത്തിലും പഠനം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നെന്തായാലും അധികൃതരുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊടുവിൽ മാനേജ്മെൻറ്റും PTA ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ഒരുപക്ഷെ അനുകൂലമായൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ നാളെ മുതൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. ടോം, തീർച്ചയായും അനീഷ, ഇവിടെ ബാലനിധി അവകാശം
അതോടൊപ്പം അവരുടെ മനുഷ്യാവകാശങ്ങളൊക്കെ ഇത് ചെയ്യേണ്ടതാണ്, നടപ്പാക്കേണ്ടതാണ്. അത് സ്വാഭാവികമായും ഇവർ ശിക്ഷാ കാലയളവ് കഴിഞ്ഞൊക്കെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും അവർക്ക് ജീവിക്കാൻ കഴിയണം. ഒരു കുറ്റവാളിയായിട്ടല്ല അവർ ജീവിക്കേണ്ടത്. സ്വാഭാവികമായിട്ടൊരു മനപരിവർത്തനമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അവരുടെ വിദ്യാഭ്യാസം ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ല. പക്ഷേ ഈ രീതിയിൽ സ്വാഭാവികമായും ഈ കോഴിക്കോട് ഈ താമരശ്ശേരിയിലെ ഈ സ്കൂൾ, ഈങ്ങാപ്പുഴയിലെ ഈ സ്കൂളിലെ ഈ കുട്ടികളോടൊപ്പം, അല്ലെങ്കിൽ ഈ കേസിലെ പ്രതികളായിട്ടുള്ള കുട്ടികളോടൊപ്പം തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളും മക്കളും പഠിക്കേണ്ടി വരുന്നൊരു സാഹചര്യം സ്വാഭാവികമായിട്ട് രക്ഷിതാക്കളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പകരം മറ്റെന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തേണ്ടതല്ല ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, തുടർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ? സ്കൂളാണോ അതോ അല്പം കൂടി ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പാണോ ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്? ടോം, വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം നേരത്തെ ഈ SLC പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഇവരുടെ ഫലം തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കോടതി നിശ്ചിതമായ വിമർശനങ്ങൾ അക്കാര്യത്തിൽ നടത്തുകയും എത്രയും പെട്ടെന്ന് ഈ കുട്ടികളുടെ പരീക്ഷാഫലം പുറത്തുവിടണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് വലിയ ബോധ്യം കോടതിക്കുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലെ നിയമങ്ങൾ കർശനമാണ്. ഈ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ഒരു വശത്ത് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നത് തടയാൻ കഴിയില്ല. പക്ഷേ ഈ താമരശ്ശേരിയിലും സമീപപ്രദേശങ്ങളിലും ഒക്കെ ഉള്ള സ്കൂളിൽ തന്നെ ഈ കുട്ടികൾ പഠിക്കണമോ എന്നൊരു കാര്യത്തിൽ ഒരു തീരുമാനം സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും ഒക്കെ എടുക്കേണ്ടി വരും. കാരണം ഈ കുട്ടികളുടെ നേരത്തെ പോലീസൊക്കെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ കുട്ടികളുടെ സുരക്ഷ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി ഇടകലരുന്നു, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ ഇടപെടുമ്പോൾ അവരുടെ ജീവനം തന്നെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയുണ്ട് എന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം ഒരു സാഹചര്യവും ഒപ്പം ഈ അടുത്തുള്ള കുട്ടികൾക്ക് ഈ ഷഹബാസിനെ അറിയാവുന്ന അല്ലെങ്കിൽ ഷഹബാസിൻ്റെ നാട്ടുകാരായ തന്നെ കുട്ടികൾക്ക് ഈ കുട്ടികളോടൊപ്പം ഇരുന്ന വിദ്യാഭ്യാസം നടത്തുക എന്നതൊരു വലിയ ദുഷ്കരമായ കാര്യമായിരിക്കും. തീർച്ചയായും ഒരു പൂർണ്ണ ഒറ്റപ്പെടലിലേക്ക് ഒരുപക്ഷെ അവർ നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. രക്ഷകർത്താക്കൾ വലിയ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അലോട്ട്മെൻറ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു സ്കൂളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സങ്കീർണമായിരിക്കും. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈ എടുത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ മറ്റു സ്കൂളുകളിലേക്ക് ഇവരെ മാറ്റി അവർക്ക് പ്രവേശനം കൊടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ ആ സ്ഥലത്ത് നിന്നും മാറി മറ്റെന്തെങ്കിലും കുറച്ചുകൂടി ദൂരത്തുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റ് കുറച്ചുകൂടി ഈ പ്രതിഷേധങ്ങൾ കുറഞ്ഞൊരു സ്ഥലത്തൊക്കെ ഈ 2 കുട്ടികളാണ് ഇപ്പോൾ ഈങ്ങാപ്പുഴ സ്കൂളിൽ പ്രവേശനം എടുത്തത്. 2 കുട്ടികൾ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഈ തീരമേഖലയോട് ചേർന്ന് എടുത്തൊരു സ്കൂളിലാണ് പഠിക്കാൻ ചേർന്നിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ സ്കൂളിൽ കുട്ടി പഠിക്കുന്നുണ്ട്. അങ്ങനെ പലയിടത്തായാണ് പഠിക്കുന്നത്. ഏറ്റവും പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത് ഈ താമരശ്ശേരിക്ക് സമീപപ്രദേശത്ത് തന്നെയുള്ള സ്കൂളിൽ ഈ കുട്ടികളെ ചേർത്തതിലാണ്. മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ കുട്ടികളുടെ കാര്യം കുറച്ചുകൂടി സുരക്ഷിതമായ ഒരിടത്തേക്ക് ഇവർ മാറ്റുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും അത്തരത്തിലുള്ള ആലോചനകൾ ഒരു പക്ഷേ നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും സ്കൂൾ അധികൃതർ തീർച്ചയായും അത് തന്നെയാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഈ വിഷയം ഒരു ക്രമസമാധാന പ്രശ്നമായി മാറാൻ പാടില്ല. മറ്റ് കുട്ടികളുടെ ഭാവി ജീവിതത്തെയും ബാധിക്കാൻ പാടില്ല. അവരുടെ രക്ഷിതാക്കളുടെ ആശങ്കയ്ക്കൊക്കെ പരിഹാരമുണ്ടാകണം. പക്ഷേ എന്താണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്.